ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കബ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈസി ആയിട്ടുള്ള കബ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 2 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും, അതുപോലെ തന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം മാഗ്നേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 തക്കാളി, 3 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ജാറിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബിരിയാണി പോട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകവും, പിന്നെ 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ആഡ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്യൂരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂണ് മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടിക്കാത്ത 1 സ്പൂണ് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2.5 കപ്പ് വെള്ളമാണ്. ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത് 1.5 കപ്പാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്ട്രാ ഇരട്ടിയായിട്ട് എല്ലാ സംഭവം എടുക്കണം, വാട്ടർ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊരു 4-5 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊത്തി വെക്കാം. ഇതൊന്ന് വേഴി വരുന്നവരെ ഒന്ന് പൊത്തി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ റൈസിലേക്ക് നമ്മൾ കുറച്ച് ഒരു കുണ്ട് പോലെ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇത് ഫുള്ളൊന്ന് മൂടിയെടുത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഫുള്ളോ അത് വെച്ചതിന് ശേഷം ഒന്ന് മൂടിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു
2 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എരിവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ഇങ്ങനെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിലേക്ക് നമുക്ക് ഇതൊന്നും കൂടി വെക്കാം, മൂടി വെക്കണം. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ സ്റ്റൗവിൽ നിന്ന് നമ്മൾ കബ്സൻ്റെ ഇത് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കബ്സ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.